PSC ഐഡിയാസിൽ ഇന്നത്തെ ക്ലാസ് മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് ഇന്നലെ ഒരു ക്ലാസ് തന്നിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഇതിൽ പറയുന്നത് ഫസ്റ്റ് വൺ കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തെക്കുറിച്ച് വരുന്ന പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികളാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം. ഇതും കൂടി എഴുത്തച്ഛൻ രചിച്ച പ്രധാന കൃതികളാണ്. ഏതൊക്കെയാണ്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തനം, 24 വൃത്തം. മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട്. ആൻസർ അധ്യാത്മരാമായണം കിളിപ്പാട്ട്. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് മലയാളത്തിലെ ആദ്യ കിളിപ്പാട്ട്. കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ട്. ആൻസർ രാമായണം കിളിപ്പാട്ട്. രാമായണം കിളിപ്പാട്ട് കോട്ടയം കേരളവർമ്മയുടെ കിളിപ്പാട്ടാണ്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ട്. ആൻസർ പഞ്ചതന്ത്രം കിളിപ്പാട്ട്. കുഞ്ചൻ നമ്പ്യാർ രചിച്ച കിളിപ്പാട്ട് പഞ്ചതന്ത്രം കിളിപ്പാട്ട്. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിനു നേതൃത്വം നൽകിയ കവി. ആൻസർ തുഞ്ചത്തെഴുത്തച്ഛൻ. തുഞ്ചത്തെഴുത്തച്ഛനാണ് കേരളത്തിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. ആൻസർ വള്ളത്തോൾ. വള്ളത്തോളാണ് പുതുമലയാൻമതൻ മഹേശ്വരൻ എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിച്ചത്. ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. ആൻസർ എഴുത്തച്ഛൻ. എഴുത്തച്ഛനാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. ആൻസർ തിരൂര്. മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്താണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ അടുത്തതാണ് തുള്ളൽ പ്രസ്ഥാനം. തുള്ളൽ പ്രസ്ഥാനങ്ങളിൽ വരുന്ന പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. ആൻസർ കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരാണ് തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന തുള്ളൽ കൃതികളാണ് ഘോഷയാത്ര, കിരാതം വഞ്ചിപ്പാട്ട്, സന്താന ഗോപാലം, കല്യാണ സൗഗന്ധികം എന്നിവ. തുള്ളൽ എന്ന വാക്കിനർത്ഥം. തുള്ളൽ എന്ന വാക്കിനർത്ഥമാക്കുന്നത് നൃത്തം എന്നാണ്. ആൻസർ നൃത്തം. പ്രധാന തുള്ളൽ രൂപങ്ങൾ. ആൻസർ ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇങ്ങനെ 3 തുള്ളൽ രൂപങ്ങളാണ് വരുന്നത്. ഏതൊക്കെയാണ് പ്രധാന തുള്ളൽ രൂപങ്ങൾ എന്ന് പറയുന്നത്? ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി. ആൻസർ കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികമാണ് കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതി. മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി. ആൻസർ കല്യാണ സൗഗന്ധികം. കല്യാണ സൗഗന്ധികമാണ് മലയാളത്തിലെ ആദ്യ തുള്ളൽ കൃതി. ഏതുതരം തുള്ളൽ രൂപമാണ് കല്യാണ സൗഗന്ധികം? ആൻസർ ശീതങ്കൻ. ശീതങ്കൻ തുള്ളൽ രൂപമാണ് കല്യാണ സൗഗന്ധികം. ഓട്ടൻ തുള്ളലിലെ പ്രധാന വൃത്തം. ആൻസർ തരംഗിണി. തരംഗിണിയാണ് ഓട്ടൻ തുള്ളലിലെ പ്രധാന വൃത്തം. മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങളിൽ അടുത്തതാണ് ആട്ടക്കഥ പ്രസ്ഥാനം. ആട്ടക്കഥ പ്രസ്ഥാനത്തിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കാം. കഥകളിയുടെ ആദ്യ രൂപം. ആൻസർ രാമനാട്ടം. രാമനാട്ടമാണ് കഥകളിയുടെ ആദ്യ രൂപം. രാമനാട്ടം വികസിപ്പിച്ചെടുത്തത്. ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടം വികസിപ്പിച്ചെടുത്തത്. കഥകളിയുടെ സാഹിത്യ രൂപം. ആൻസർ ആട്ടക്കഥ. ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം. മലയാളത്തിലെ ആദ്യ ആട്ടക്കഥ. ആൻസർ രാമനാട്ടം. രാമനാട്ടമാണ് മലയാളത്തിലെ ആദ്യ ആട്ടക്കഥയായിട്ട് അറിയപ്പെടുന്നത്. രാമനാട്ടത്തിൻ്റെ രചയിതാവ്. ആൻസർ കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര തമ്പുരാനാണ് രാമനാട്ടത്തിൻ്റെ രചയിതാവ്. വീര വിരാട കുമാര വിഭോ എന്ന് തുടങ്ങുന്ന വരികളുടെ രചയിതാവ്. ആൻസർ ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയാണ് വീരവിരാട കുമാര വിഭോ എന്നു തുടങ്ങുന്ന വരികളുടെ രചയിതാവ്. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ടിൻ്റെ രചയിതാവ്.
ആൻസർ ഇരയിമ്മൻ തമ്പി. ഇരയിമ്മൻ തമ്പിയാണ് ഓമന തിങ്കൾ കിടാവോ എന്ന താരാട്ട് പാട്ടിൻ്റെ രചയിതാവ്. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി. ആൻസർ നളചരിതം ആട്ടക്കഥ. മലയാളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്ന കൃതി. ആൻസർ നളചരിതം ആട്ടക്കഥ. നളചരിതം ആട്ടക്കഥ രചിച്ചത്. ആൻസർ ഉണ്ണായി വാര്യർ. ഉണ്ണായി വാര്യറാണ് നളചരിതം ആട്ടക്കഥ രചിച്ചത്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. ആൻസർ ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയാണ് നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത്. ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടക്കഥകൾ രചിച്ചത്. ആൻസർ NV കൃഷ്ണവാര്യർ. ഏതൊക്കെയാണ്? ബുദ്ധചരിതം, ചിത്രാംഗത എന്നീ ആട്ടക്കഥകൾ രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ബാക്കിയുള്ള സാഹിത്യ പ്രസ്ഥാനങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം.